കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു വിദ്വാൻ ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പറയുന്ന ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വയനാട്ടിലെ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ പോലും ജീവനോട് മണ്ണിനടിയിലേക്ക് കുഴിച്ചു മൂടപ്പെട്ടത്? ദൈവമുണ്ടായിട്ടാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവമാരെന്ന് അന്വേഷിപ്പാനോ ദൈവത്തിന്റെ സ്നേഹമെന്ന് തിരിച്ചറിയുവാനോ കഴിയാതിരിക്കെ നമ്മൾ ഓരോരുത്തരും മതഭക്തിയിലും മതത്തിന്റെ വിശ്വാസത്തിലും ആകൃഷ്ടരായിട്ടുകൊണ്ട് നമ്മുടെ അപ്പന്മാരുടെ വിശ്വാസത്തെ അനുധാവനം ചെയ്ത് സത്യദൈവത്തെ അറിയാതെയാണ് ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാരും സകല ജാതി മതസ്ഥരും സത്യദൈവം ആരെന്ന് തിരിച്ചറിയാതെ വ്യർത്ഥമായിട്ട് മറ്റുള്ളവരെ ഭജിച്ചുകൊണ്ട് മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നതെന്നും ദൈവത്തിന്റെ സത്യം തിരിച്ചറിയാതെ നരകത്തിലേക്ക് നശിച്ചു പോകുന്നതിന്റെ കാരണം. എന്നാൽ ഞങ്ങൾ വീണ്ടും പറയുന്നു, ഞങ്ങൾ ആദ്യം പാടിയ പാട്ട് പോലെ രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനെങ്കിലും നമ്മുടെ പാപ പരിഹാര ബലിയായിട്ട് കാൽവരി ക്രൂശില് സാത്താന് നമ്മുടെ മേലുള്ള അധികാരങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് സാത്താന്റെ മേൽ ജയോത്സവം കൊണ്ടാടി മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയുടെ ഏകാധിപതിയായിട്ട് നാളെ മടങ്ങി വരുമ്പോൾ ഭൂമിയുടെ അവസ്ഥ മാറും. അന്ന് സാത്താന്റെ കരങ്ങളിൽ നിന്ന് യേശുക്രിസ്തു ദൈവരാജ്യം ഈ ഭൂമിയുടെ രാജ്യത്വം ഏറ്റെടുക്കും. അന്ന് മുതൽ ഭൂമി സമാധാനം കൊണ്ട് നിറയും. കണ്ണുനീരില്ലാത്ത, നിലവിളിയില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, കൊലപാതകങ്ങളും ആത്മഹത്യകളും ഇല്ലാത്ത, മതസ്പർദ്ധയില്ലാത്ത, കാരണം മതങ്ങളില്ല, ക്രിസ്തീയ മതങ്ങളും പുരോഹിതന്മാരും വന്നില്ല. യേശുക്രിസ്തു മടങ്ങി വരുമ്പോഴേ ഇവിടെ എന്താണ്? അവർണരോ സവർണരോ ഉണ്ടായിരിക്കുകയില്ല. ഇവിടെ ബ്രാഹ്മണരോ വൈശ്യരോ ശൂദ്രരോ ഉണ്ടായിരിക്കത്തില്ല. മർത്തോമക്കാരും കത്തോലിക്കരും ഇവിടെ ഇല്ല. പിന്നെ ആരാണുള്ളത്? ഇവിടെയുള്ള സകല മനുഷ്യരും യേശുക്രിസ്തുവിന്റെ ദാസന്മാരായിട്ട് വാഴും. അതേ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ആ ദൈവത്തെ വിട്ട് മറ്റ് സാത്താന്റെ അധികാരങ്ങളെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇവിടെ സാത്താൻ ഇല്ലാത്തത് കൊണ്ട് എല്ലാ ആരാധനാലയങ്ങളും ഇവിടെ അടഞ്ഞു കിടക്കും. ക്രിസ്തീയ ആരാധനാലയങ്ങളായിരിക്കുന്ന പള്ളികളെല്ലാം ഇവിടെ അടഞ്ഞു കിടക്കും. ആരും അങ്ങോട്ട് പോകത്തില്ല. നിങ്ങൾ വിചാരിക്കുന്നു അവിടെ ദൈവമുണ്ടെന്ന്? ഇല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് അന്ന് ഭൂമി സമാധാനം കൊണ്ട് നിറയും. കാരണം മനുഷ്യനെ വഞ്ചിക്കുന്ന, മനുഷ്യനെ തെറ്റായ വഴിയിൽ നടത്തുന്ന, മനുഷ്യനെ കൊണ്ട് കൊല ചെയ്യിക്കുന്ന, മനുഷ്യനെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന, മനുഷ്യനെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സാത്താന്റെ അധികാരങ്ങളെ 1000 ആണ്ട് ചങ്ങലക്കിട്ടിട്ടാണ് യേശുക്രിസ്തു ഭൂമിയിൽ 1000 ആണ്ട് വാഴുവാൻ വരുന്നത്. അങ്ങനെ 1000 വർഷം യേശുക്രിസ്തു ഭൂമിയിൽ വാഴുന്നതിനാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുത്തൻ ചോദിക്കുകയാണ്, ഇതൊക്കെ എന്ന് തൊട്ട് പറയാൻ തുടങ്ങിയതാണ്? അതേ പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു മടങ്ങി വരും എന്ന് തൊട്ട് പറയാൻ തുടങ്ങിയതാണെന്ന് ചോദിച്ചാൽ 6000 വർഷമായിട്ട് പറയുന്ന കാര്യമാണ് ഞങ്ങൾ ഇന്നും പറയുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് 6000 വർഷത്തെ ചരിത്രമേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ദൈവം ഒരു പുരുഷനെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ പുരുഷൻ ദൈവത്തിന്റെ മകനായിരുന്നു. ദൈവത്തിന്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും വിശുദ്ധനായിരുന്നു. അവനിൽ പാപമില്ലായിരുന്നു. അവനിൽ നിന്ന് തന്നെ ദൈവം ഭാര്യയെ സന്താനപുഷ്ടിയുള്ളവരായിട്ട് ഭൂമി നിറയുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ആ കുടുംബം പാപം ചെയ്ത് ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താനെ അപ്പനായിട്ട് സ്വീകരിക്കുകയും ദൈവം മനുഷ്യന് കൊടുത്ത സർവ്വഭൂമിയും സാത്താന്റെ കാൽക്കീഴിലേക്ക് അമർത്തി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സകല ഭൂമിയും സാത്താന്റെ അധികാരത്തിലേക്ക് നയിച്ചത് നമ്മുടെ അപ്പനായിരിക്കുന്ന ആദമാണ്. ആദം കൊടുത്ത അധികാരമാണ് സാത്താൻ ഈ ലോകത്തിന് മേലെ. അന്ന് മുതൽ കഷ്ടങ്ങളും കണ്ണുനീരുകളും ദുഃഖങ്ങളും മാത്രമായി അനേക ജാതി മതസ്ഥരായിട്ട് ഒരു പിതാവിന്റെ രക്തത്തിൽ നിന്ന് പിറന്ന നമ്മളെല്ലാവരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മറ്റ് ഇതര മതവിഭാഗങ്ങളുമായിട്ട് ദൈവമല്ലാത്തതിനെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവങ്ങളെ സൃഷ്ടിച്ച് അതിന് ആരാധനകളെ സൃഷ്ടിച്ച് ദൈവമല്ലാത്തതിനെ ഭജിച്ചുകൊണ്ട് ലോകത്തിൽ ദൈവമില്ലാത്ത നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോകുവാൻ വിധിക്കപ്പെട്ടപ്പോഴ് നോക്കുവിന് നമ്മുടെ പാപമാകുന്നു ദൈവത്തിൽ നമ്മളെ അകറ്റി കളഞ്ഞത്. ദൈവം മാത്രമേ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്നവൻ ദൈവം മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും പാപികളായിട്ട് ആദമിന്റെ രക്തത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മളെല്ലാവരും മരിച്ചിട്ട് നരകാഗ്നിയിലേക്കാണ് പോകുന്നത്. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ക്രിസ്തീയ മതപുരോഹിതനായാലും ശരി, മാനസാന്തരപ്പെടാതെ മരിക്കുന്ന എല്ലാവരും ഒരിക്കലും തീർന്നു പോകാത്ത കെടാത്ത നരകാഗ്നിയിലേക്ക് കൊടുക്കപ്പെടാൻ നമ്മുടെ പാപനിമിത്തം വിധിക്കപ്പെട്ടപ്പോഴ് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എണ്ണമില്ലാത്ത പാപങ്ങൾ നമ്മളെ വിടുവെച്ച് നമ്മളെ വിശുദ്ധന്മാരും ദൈവത്തിന്റെ മക്കളുമാക്കി തീർക്കേണ്ടതിന് ആദം മുഖാന്തരം നമ്മളിലേക്ക് കടന്നു വന്നതും നമ്മൾ ചെയ്ത പാപത്തിന്റെയും പരിഹാര ക്രിയയായിട്ട് ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനെ. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച നാൾ മുതൽ അനുഭവിക്കുന്ന ഈ സൂര്യന്റെ വെളിച്ചം, ചൂട്, നിങ്ങൾ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, ഈ ആകാശവും ഭൂമിയും സമുദ്രവും ഇതിനെല്ലാം സൃഷ്ടിച്ചത് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവിനാലാണ്. അതേ ക്രിസ്തുവിനാലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അവൻ മുഖാന്തരം ലോകമുളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. എന്നാൽ ആ ക്രിസ്തു ഒരു മനുഷ്യനായിട്ട് യേശു എന്ന പേരിൽ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാര ബലിയായിട്ട് നമുക്ക് പകരക്കാരനായിട്ട് മരിപ്പാൻ വേണ്ടി ഇറങ്ങി വന്നു. അങ്ങനെ അവൻ ലോകാവസാനത്തെങ്കിൽ കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നുള്ള വചനപ്രകാരം ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തിയത് വഴി ദൈവികത്തെ വിട്ടുകളഞ്ഞ് കാൽവറി കുരിശിലേക്ക് നമ്മുടെ പാപ പരിഹാര ബലിയായിട്ട് കയറി ചെല്ലുമ്പോൾ അവനെ അവർ അടിക്കുന്നു, തുപ്പുന്നു, അവരവനെ കൊല്ലുന്നു. അവന്റെ മുഖത്തവർ കന്നത്തടിച്ചുകൊണ്ട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിക്കുന്നു.
അവനിതെല്ലാം സഹിപ്പാനുള്ള കാര്യം എന്താണെന്നറിയാമോ? അവൻ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുവാൻ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ഈ ക്രൂശിലാണ്. അതേ സകല ജാതി മതസ്ഥരോടുമുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനത്തിന്റെ പൂർണ്ണത യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണമാണ്. 6000 വർഷങ്ങളായിട്ട് ഭൂമിയിൽ ജനിച്ച സകല മനുഷ്യനെയും മരിച്ച സകല മനുഷ്യനെയും ഇനി ജനിക്കുവാനും മരിക്കുവാനും ഇരിക്കുന്ന സകല മനുഷ്യനെയും പാപത്തിന്റെ ചുമട് യേശുക്രിസ്തു തന്റെ തോളിൽ ചുമന്നത് വഴി നമ്മുടെ എല്ലാവരുടെയും പാപപരിഹാര ബലിയായിട്ട് ദൈവ കോടതിയുടെ മുമ്പിൽ അവൻ അർപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നോക്കവന് ചാട്ടവാറ് വീശി അവനെ അടിക്കുന്നത് കണ്ടുപോ. അവന്റെ ശരീരത്തിൽ നിന്ന് മാംസകഷ്ണങ്ങൾ ചിതറിപ്പോകുന്നു. അവന്റെ തലയിൽ മുള്ളുകൊണ്ടൊരു കിരീടം രാജാവെന്ന പേരിൽ പരിഹാസത്തോടെ വെച്ച് അവന്റെ മുഖത്ത് തുപ്പുന്നു, കന്നത്തടിക്കുന്നു. അതിനുശേഷം അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ മരക്കുരിശും തോളിലേറ്റിക്കൊണ്ട് അവൻ ഗോൽഗോഥ മലമുകളിലേക്ക് പോകുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, അവന്റെ തോളിൽ ചുമന്നുകൊണ്ട് പോകുന്ന മരക്കുരിശ് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ ചുമട. നമ്മൾ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും നീ ഒരു മരണമുള്ളവനല്ലയോ? മരിക്കുന്ന എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നുള്ള സാധു വർത്തമാനം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപഭാരം ചുമന്നത് വഴി അതേ പാപത്തിൽ അവനെ ആണിയടിക്കുകയും 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ നട്ടുച്ചമയില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഗോൽഗോഥ മലമുകളിൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിക്കേണ്ടി വന്നു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അയ്യോ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളോടുള്ള ഏറ്റവും അഗാധമായിരിക്കുന്ന സ്നേഹമെന്ന നിലവിളിയാണ്. നമ്മുടെ എല്ലാവരുടെയും പാപം ദൈവം തന്റെ പുത്രന്റെ മേൽ ചുമത്തപ്പെട്ടപ്പോഴേ ആ സമുദ്രത്തിന്റെ മുകളിൽ കൂടെ നടന്നവന്, കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കൊടുത്തവന്, മരിച്ചവനെ ഉയർപ്പിച്ചവന്, ഇങ്ങനെ എണ്ണമില്ലാത്ത അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും തന്റെ ദൈവികത്വത്തിൽ നിന്നുകൊണ്ട് ചെയ്തുവെങ്കിൽ ആ ക്രൂശിൽ ഇപ്പോൾ എല്ലാ ദൈവികത്വവും വിട്ടുകളഞ്ഞ് നിനക്ക് പകരക്കാരനായിരിക്കുന്ന വെറും ഒരു മനുഷ്യനായിട്ട് അവൻ ആ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവർ, ഇപ്പോൾ അവൻ വെറും ഒരു മനുഷ്യനാണ്. അവന്റെ ദൈവികത്വം മുഴുവൻ ഉപേക്ഷിച്ച് കളഞ്ഞു. കാരണം ദൈവത്തിൽ നമ്മുടെ പാപം ചെലുത്തുവാൻ കഴിയത്തില്ല, ദൈവത്തിൽ നമ്മുടെ ഭാരങ്ങളെ ചുമക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവനൊരു മനുഷ്യനായിട്ട് തന്നെത്താൻ താഴ്ത്തി നിന്റെ പാപങ്ങളെ ചുമന്നത് വഴി ദൈവവുമായിട്ടുള്ള ബന്ധം വേർപെട്ടവനും മനുഷ്യനുമായിട്ട് കാൽവരി ക്രൂശിൽ നിന്റെ പാപത്തിന് പരിഹാര യാഗമായിട്ട് അർപ്പിക്കപ്പെടുകയാണ്. അവന്റെ പിതാവായിരിക്കുന്ന ദൈവം സ്വർഗത്തില് അവനെ വിധിക്കുന്ന ജഡ്ജിയായിട്ടും രൂപാന്തരം ചെയ്യപ്പെട്ടു. ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഏകമധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. ആ യേശുക്രിസ്തു മരിപ്പാനുള്ള കാരണം അപ്പച്ച നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയാണ്. കൊച്ചാട്ട, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയാണ്. കുഞ്ഞുങ്ങളെ, അമ്മമാരെ, പിതാക്കന്മാരെ, മരണമുള്ള എല്ലാവരുമായിട്ടുള്ളവരെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അതിനാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. നീ മരിക്കേണ്ടതിന് പകരം നിന്റെ പാപങ്ങളെ ഏറ്റത് വഴി, നിനക്ക് പകരക്കാരനായിട്ട് അവൻ ക്രൂശിൽ മരിച്ചത് വഴി ദൈവത്തിന് നിന്നോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം ഞങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കുകയാണ്.